ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇനി കുറച്ച് ദിവസം നമ്മൾ ഇഫ്താർ റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. റമദാനിൽ എപ്പോഴും നമ്മൾ പ്രെയറിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഫ്താറിന് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് റെസിപ്പീസ് പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തേത് ചിക്കൻ ചീസ് ബോൾസിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് 3 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോസ് ലേശം ഉപ്പുപൊടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിന് ചൂടോടുകൂടി തന്നെ നമ്മൾ മാഷ് ചെയ്യുക. ചൂടോടുകൂടി മാഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് മാഷ് ചെയ്യാൻ പറ്റും. അതിലേക്ക് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയിലയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി ഫ്ലേക്സിന് പകരം മുളക് പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലിട്ട് കയ്യിലേക്ക് കുറച്ച് ചെറിയ പോർഷൻസ് ഈ മിക്സ് എടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തി അതിൽ കുറച്ച് മൊസറല്ല ചീസും കൂടി വെച്ച് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ എഗ്ഗും പാലും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ ലേശം ഉപ്പും പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബോൾസിനെ ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കുകയാണ്. ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇനി എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസ് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഈക്വലി ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. കുറേ നേരം ഓയിലിട്ട് കഴിഞ്ഞാൽ ഈ ചീസ് പൊട്ടിയിട്ട് പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്യാവശ്യം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതെല്ലാം കുക്ക്ഡ് ആയിട്ടുള്ളതാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് ഓവർ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.